നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടാത്തതിന്റെ കാരണം നിങ്ങൾക്കൊരു ബാഡ് ജനറ്റിക്സ് ഉള്ളതുകൊണ്ടല്ല, ഒരുപക്ഷെ നിങ്ങളുടെ പ്രോഗ്രാം ബാഡ് ആയതുകൊണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ പ്രോഗ്രാമിനെ അഫക്ട് ചെയ്യുന്ന 5 കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, ട്രെയിനിങ് വിത്തൗട്ട് എനഫ് ഫ്രീക്വൻസി. നമ്മളുടെ മസിലിനെ ആഴ്ചയിൽ ഒരു തവണ കളിക്കുന്നത് ഒക്കെയാണ്, പക്ഷെ ആ ഒരു തവണ കളിക്കുന്ന വോളിയം ആഴ്ചയിൽ 2 തവണയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എനഫ് പ്രോഗ്രഷൻ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതാകുമ്പോൾ ആഴ്ചയിൽ 2 തവണ നമുക്കൊരു മസിലിനെ ഹിറ്റ് ചെയ്യുകയും ചെയ്യാം. 2, ടു മച്ച് ജങ്ക് വോളിയം. അതായത് ആവശ്യമില്ലാതെ കൂടുതൽ വോളിയം ചെയ്യുക. കൂടുതൽ വോളിയം എന്ന് പറയുന്നത് ഒരുപാട് സെറ്റ്സും ഒരുപാട് എക്സസൈസും ആഡ് ചെയ്യുന്നതിനെയാണ്. ഇത്രയും കൂടുതൽ ചെയ്തെന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി മസിലൊന്നും ഗ്രോ ആകത്തില്ല. അതുകൊണ്ട് ഒരുപാട് സെറ്റുകളൊക്കെ ചെയ്യുന്നതിന് പകരം ക്വാളിറ്റി ആയിട്ടുള്ള കുറച്ച് ഹാർഡ് സെറ്റ്സ് മാത്രം ചെയ്യുക. 3, കൺസിസ്റ്റന്റ്ലി ചേഞ്ചിങ് യുവർ വർക്കൗട്ട്സ്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് 1-2 ആഴ്ചയിൽ വർക്കൗട്ടുകൾ ചേഞ്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പ്രോഗ്രഷൻ ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. തന്നെയല്ല, ഏത് എക്സസൈസുകളാണ് നിങ്ങൾക്ക് സൂട്ട് ആവുന്നതൊന്നും ഇതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എക്സസൈസുകൾ കണ്ടുപിടിച്ചിട്ട് അതിൽ പ്രോഗ്രഷൻ കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. 4, വെരി പുവർ റിക്കവറി. നിങ്ങൾ വളരെ ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കവും ഡയറ്റും ഒക്കെ ഇന്നഡിക്വേറ്റ് ആണെങ്കിൽ ഏത് കിടിലം പ്രോഗ്രാം ചെയ്തുകൊണ്ടും ഒരു പ്രയോജനമില്ല. 5, നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുന്നില്ല. സെയിം വെയിറ്റ് സെയിം റെപ്പൊക്കെ മാസങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട്സ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജനറ്റിക്സ് വളരെ മോശമാണെങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും.